You are the man who gave them the power to destroy themselves. And the world is not prepared. 8, 7, 6, 5. ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു സിനിമയ്ക്കുമാണ്. ക്രിസ്റ്റഫർ നോലൻ സംവിധാനം ചെയ്ത ഒപ്പൻഹൈമർ സിനിമയ്ക്കാണ് ഞാൻ പോകുന്നത്. സിനിമയുടെ ബോക്സ് ഓഫീസ് റണ്ണൊക്കെ കഴിയാറായി. കുറച്ചാളിന് തിയേറ്ററിൽ കാണുള്ളൂ. ഞാനിത് ഇനിഷ്യൽ വീക്സ് തന്നെ പോയിരുന്നതാണ്, പക്ഷേ കുറച്ച് തിരക്കുകളൊന്നും കൊണ്ട് പറ്റിയില്ല. ഇന്നാണ് ഫ്രീ ടൈമൊക്കെ ഒത്തുവന്നത്. മാത്രമല്ല ഇന്ന് UK നാഷണൽ സിനിമ ഡേ ആണ്. അതുകൊണ്ട് ടിക്കറ്റുകൾക്ക് നല്ല വിലക്കുറവാണ്. അപ്പോൾ ഇന്ന് തന്നെ പോകാമെന്ന് കരുതി. 6 കൊല്ലത്തിന് ശേഷമാണ് നോലൻ പടത്തിന് പോകുന്നത്. ഞാൻ അവസാനമായിട്ട് ഡങ്കർക്കിനാണ് പോയത്. 2017 ഞാൻ +2 പഠിക്കുമ്പോഴായിരുന്നു. നമ്മുടെ മൂവാറ്റുപുഴ വെട്ടേറ്റിൽ തിയേറ്ററിലാണ് പോയത്. ആ തിയേറ്ററിൽ ഇപ്പോഴും ഉണ്ടെന്ന് കരുതുന്നു. കുറേ നാളെ മൂവാറ്റുപുഴയിൽ പോയിട്ട്. പിന്നെ വന്നത് ടെനറ്റാണ്. പക്ഷെ അന്ന് കോവിഡിൻ്റെ സമയം കൊണ്ട് നമ്മളൊന്നും പുറത്തിറങ്ങാറുണ്ടായില്ലല്ലോ. നിയമങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയിരുന്നല്ലോ. മാത്രമല്ല ആ സിനിമ തിയേറ്ററിൽ അധികം നാൾ ഉണ്ടായില്ല. അന്ന് കുറേ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. കാരണം നോവൽ അന്നത്തെ കാലത്ത് എല്ലാവരും OTTയിലല്ലോ സിനിമ ഇറക്കിക്കൊണ്ടിരുന്നത്. 2020 കാര്യമാണ് ഞാൻ പറയുന്നത്. ഡയറക്റ്റ് OTT ആയിരുന്നു. പക്ഷേ നോവൽ കുറച്ചാൾ തിയേറ്ററിൽ ഓടിച്ചിട്ട് മാത്രമാണ് സിനിമ ഇറക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചാൾ സിനിമ തിയേറ്ററിൽ ഓടി, എന്നിട്ട് നേരെ OTTയിൽ വരുമായിരുന്നു. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് കാരണം പുറത്തിറങ്ങൽ കുറവായിരുന്നല്ലോ. അതുകൊണ്ട് ടെനറ്റ് കാണാൻ പറ്റില്ല. പിന്നീട് 2023 നോവലിൻ്റെ ഒരു പുതിയ പടം വന്നത്. അതാണ് ഞാൻ കാണാൻ പോകുന്നത്. ശരിക്കും ഈ സിനിമ ഒരു ബുക്കിൻ്റെ അഡാപ്റ്റേഷനാണ്. ബുക്കിൻ്റെ പേര് അമേരിക്കൻ പ്രൊമീത്തിയസ്, ദ ട്രയംഫ് ആൻഡ് ട്രാജഡി ഓഫ് ജെ റോബർട്ട് ഒപ്പൻഹൈമർ എന്നാണ്. കായ് ബേർഡും മാർട്ടിൻ ഷെർമനും കൂടിയാണ് പുസ്തകം എഴുതിയിരിക്കുന്നത്. ഞാനപ്പോൾ ബുക്കൊക്കെ വായിച്ച് പയ്യെ സിനിമ കാണാനാണ് പ്ലാനിട്ടിരുന്നത്. 60% വായിച്ചു കഴിഞ്ഞു. ബാക്കി ഇപ്പോൾ സിനിമ കണ്ടിട്ട് വായിക്കാമെന്ന് കരുതി. ഇപ്പോൾ ഒപ്പൻഹൈമറിനെ കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഈ പുസ്തകം വായിച്ചിട്ട് പോകുന്നത് നല്ലതാണ്. മാത്രമല്ല നല്ല എഴുത്താണ്. ആ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചെടുക്കുന്ന തരത്തിലുള്ള എഴുത്താണ്. എനിക്ക് ഒരു വാൾട്ടർ ഐസക്സൺ വൈബ് കിട്ടി. വാൾട്ടർ ഐസക്സൺ ഒരു ഫേമസ് എഴുത്തുകാരനാണ്. ഈ പുതിയ പുസ്തകം വന്നിട്ടുണ്ട്. പേര് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ പുസ്തകം വരുന്നുണ്ട് അടുത്ത മാസം. ഇലൺ മസ്കിനെ പറ്റിയാണ് ഈ തവണ അദ്ദേഹം എഴുതുന്നത്. അപ്പോൾ ഈ പുസ്തകം വായിച്ചിട്ട് പോയാൽ ഒപ്പൻഹൈമറിൻ്റെ ലൈഫിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ വർക്കുകളെ കുറിച്ചും കൂടുതൽ ക്ലാരിറ്റി ലഭിക്കും. ഒരു കാര്യം പറഞ്ഞാൽ നേരെ തിയേറ്ററിലോട്ട് വിടുകയാണ്. പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്, നമ്മൾ ഇതുപോലത്തെ ആളുകളുടെ ലൈഫൊക്കെ അടുത്ത് നിന്ന് വീക്ഷിക്കുമ്പോൾ അവരുടെ അപ്ബ്രിങ്ങിങ് ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് ഒപ്പൻഹൈമർ പഠിച്ചത് ഒരു സയൻറ്റിഫിക് ടെമ്പറൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു സ്കൂളിലാണ്. അദ്ദേഹത്തിൻ്റെ പേരൻസും ഈ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരുന്നു. സൊസൈറ്റിയുടെ പേര് എത്തിക്കൽ കൾച്ചറൽ സൊസൈറ്റി ആണ്. നമ്മുടെ ഫെലിക്സ് ആഡ്ലർ സ്ഥാപിച്ചൊരു സൊസൈറ്റിയാണത്. അപ്പോൾ അവരുടെ സ്കൂളിലാണ്, എത്തിക്കൽ കൾച്ചറൽ സൊസൈറ്റിയുടെ സ്കൂളിലാണ് ഒപ്പൻഹൈമർ പഠിച്ചത്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഈ സൊസൈറ്റിയും ഫെലിക്സ് ആഡ്ലറും. നമുക്കൊന്നും ഒരിക്കലും ഇങ്ങനത്തെ ഒരു അവസരം ലഭിക്കണമെന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഒന്നെങ്കിൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മിക്ക എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും റിലീജിയനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഒരിക്കലും ഒരു സയൻറ്റിഫിക് ടെമ്പർ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ, സ്കൂൾസ് വളരെ വളരെ കുറവാണ്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ സ്കൂള് ഒപ്പൻഹൈമറിനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിയേറ്ററിലെത്തി. ഇന്ന് ശനിയാഴ്ചയല്ല, നല്ല തിരക്കുണ്ട് റോഡിലൊക്കെ. അങ്ങനെ സിനിമ കഴിഞ്ഞ് വീട്ടിലെത്തി. വർണ്ണിക്കാൻ വാക്കുകളില്ല, അത്ര അടിപൊളിയാണ് സിനിമ. പറ്റണ എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ ശ്രമിക്കുക. കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ എല്ലാം പറഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. അതുകൊണ്ട് എല്ലാം ചുരുക്കി പറയാം. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് കിലിയൻ മർഫിയുടെ ആക്ടിങ് തന്നെയാണ്. അദ്ദേഹത്തെ നമ്മൾ പണ്ടുപോലെ നോലൻ സിനിമകളിൽ കാണുന്നതാണ് സപ്പോർട്ടിങ് ആക്ടറായിട്ട് നോലൻ്റെ ഒരു സിനിമയിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം. അദ്ദേഹം നന്നായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. അടിപൊളി ആക്ടിങ് ആണ്. ഒരു ചെറിയ പ്രൊഡിക്ഷൻ നടത്തുകയാണെങ്കിൽ എന്തായാലും എനിക്ക് തോന്നുന്നു അദ്ദേഹം ഓസ്കാർ നോമിനേഷൻ ലിസ്റ്റിലുണ്ടാവും, ഫൈനൽ ലിസ്റ്റിലുണ്ടാവും. ഓസ്കാർ കിട്ടുമോ എന്നറിയില്ല. എന്നിരുന്നാൽ പോലും അവസാന 5 പുള്ളി എന്തായാലും ഉണ്ടാവും. അതെൻ്റെ പ്രഡിക്ഷനാണ്. പിന്നെ ഈ സിനിമയിൽ സൗണ്ട് വലിയൊരു ഫാക്ടറാണ്.
ചിലപ്പോൾ ഓസ്കാർ കിട്ടിയെന്ന് വരാം, നോമിനേഷൻ ഉണ്ടാവും. ടെനറ്റിനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം VFX-നാണ് ഓസ്കാർ കിട്ടിയത്. അതുപോലെ ഇപ്പം ഒപ്പൻഹൈമറിലേക്ക് വന്ന സൗണ്ട് ഒരു മികച്ച എലമെൻ്റാണ്, ഓസ്കാർ ലഭിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ബാക്കി ആക്ടേഴ്സൊക്കെ നല്ല അടിപൊളി കേട്ടോ. നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയർ നല്ലൊരു റോളിലുണ്ട്, അദ്ദേഹം പൊളിച്ചടക്കിയിട്ടുണ്ട്. പിന്നെ ഫ്ലോറൻസ് പ്യൂ, കേസി അഫ്ലെക്ക്, അവരൊക്കെ നന്നായിട്ട്, എല്ലാവരും നന്നായിട്ട് അവരുടെ ഫുൾ 100% കൊടുത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. അമേരിക്കൻ പ്രൊമീത്തിയസ് എന്ന് പറഞ്ഞ പുസ്തകമാണ് നോവലിനെ ഇത്തവണ സിനിമയ്ക്ക് ഇരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ പറ്റുവാണെങ്കിൽ എല്ലാവരും ബുക്ക് വായിച്ചിട്ട് പോവുക. ഇപ്പോൾ ഏതെങ്കിലും സീനുകളിൽ ഡൗട്ട് വരികയാണെങ്കിൽ ഒരുപക്ഷെ പുസ്തകം നിങ്ങളെ സഹായിച്ചേക്കും. ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ പുസ്തകത്തിൻ്റെ അതേ അഡാപ്റ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല, ചില കാര്യങ്ങളൊക്കെ ഫിക്ഷണലൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏതൊക്കെയാണെന്ന് പറയുന്നില്ല, അത് സ്പോയിലറാവും. പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാ മിക്ക ഹോളിവുഡ് ഡയറക്ടേഴ്സ് അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഡേവിഡ് ഫിഞ്ചറിൻ്റെ സിനിമകൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹം പല കാര്യങ്ങളും ഫിക്ഷണലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ മിക്ക സിനിമകളും പുസ്തകങ്ങളാണ്. ഇപ്പോൾ ഗോൺ ഗേൾ എടുത്താൽ അത് ഗില്ലിയൻ ഫ്ലിൻ എന്ന് പറഞ്ഞൊരു ഫേമസ് അമേരിക്കൻ ഓതർ എഴുതിയ പുസ്തകമാണ്. പിന്നെ നമ്മുടെ ഫൈറ്റ് ക്ലബ്ബ്, അത് ചക്ക് പലാനിക്കിൻ്റെ ഫേമസ് ബുക്കാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മിക്ക സിനിമകളും പുസ്തകങ്ങളാണ്. പക്ഷേ അത് സിനിമയിലേക്ക് വരുമ്പോൾ അദ്ദേഹം എക്സാക്റ്റ് കോപ്പി തന്നെ ചെയ്യാൻ ശ്രമിക്കാറില്ല, പല കാര്യങ്ങളും അദ്ദേഹം ഫിക്ഷണലൈസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇതിലുമുണ്ട്, പുസ്തകത്തിൽ ഇങ്ങനെ അതേ കാര്യങ്ങളല്ല സിനിമയിൽ കാണാൻ സാധിക്കുന്നത്, ചെറിയ ചെറിയ ഫിക്ഷണലൈസേഷനൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാലോ, ക്രിസ്റ്റഫർ നോളൻ ഫിസിക്സിൻ്റെ ലോസിനൊക്കെ നല്ല റെസ്പെക്റ്റ് കൊടുക്കുന്നൊരു വ്യക്തിയാണ്. ഈ സിനിമയിൽ കുറച്ച് എക്സ്പ്ലോഷൻ സീനുണ്ട്, ഞാൻ അങ്ങനെ സ്പോയിലർ ആക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ആ എക്സ്പ്ലോഷൻ സീനുകൾക്കൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ക്വാളിറ്റി ഒരു രക്ഷയില്ല. മാത്രമല്ല ഫിസിക്സിൻ്റെ ലോസൊക്കെ ആ എക്സ്പ്ലോഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാലോ, ലൈറ്റ് ഓൾവേസ് ട്രാവൽ ഫാസ്റ്റർ ദാൻ സൗണ്ട്, അതൊക്കെ ജസ്റ്റ് ബേസിക് കാര്യങ്ങളാണ്. പക്ഷേ പൊതുവെ നമ്മൾ ഈ ഇടിപ്പടങ്ങളിലൊന്നും ഒരിക്കലും ഡയറക്ടേഴ്സ് അങ്ങനെ ഈ ലോസൊന്നും, ഫിസിക്സിൻ്റെ ലോസൊന്നും ഫോളോ ചെയ്യാറൊന്നുമില്ല. പക്ഷേ നോലൻ എല്ലാത്തിനും റെസ്പെക്റ്റ് കൊടുക്കുന്ന വ്യക്തിയാണ്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല കുറേ മെറ്റഫേഴ്സ് ഉണ്ട് സിനിമയിൽ, നമ്മൾ ആദ്യ വ്യൂവിൽ ഒരു പക്ഷേ എല്ലാവർക്കും കിട്ടിയെന്നിരിക്കില്ല, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് കണ്ട കുറേ മെറ്റഫേഴ്സ് ഉണ്ട്. അത് ഈ സിനിമയുടെ മറ്റൊരു നല്ലൊരു എലമെൻ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ഹോപ്പ് യു എൻജോയ്ഡ് മൈ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും കാണാം. സ്റ്റേ സേഫ്, ഗുഡ് ബൈ.